നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണൻ കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമയുടെ വിവാദ പരാമർശം. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേലെന്നാണ് ഈ പറയുന്ന വെളുത്ത് മതാമ്മയാണ്. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. എന്താ എന്റെ ഉദ്ദേശം? ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കും. പരമനാറി പട്ടി കഴിവേറടാ മോളെ. നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിറഞ്ഞു? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. വായിൽ പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് ബാഗാച്ചിട്ടുണ്ടാക്കിയേ. ഓൾഡ് ബാഗോ പിക്കിൾസ്. മനുഷ്യബന്ധം, ദയ, കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം. നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം. കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി. സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം. രവീന്ദ്രൻ ചേരുന്നു ആലത്തൂരിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? എനിക്ക് തോന്നുന്നത് ഇവര് അവരുടെ മുടി കറുപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 10-65 വയസ്സുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇവർ കറുപ്പിനോട് വെറുപ്പൊന്നുമില്ല. ശരിയാണ്. ഞാനൊരു കറുത്ത ആളാ, വേറെ ക്ഷമിക്കണം. അവളെ വിട്ടു തന്നാ എന്റെ കുണ്ടി അവളുടെ മോന്തക്കിട്ട് വരക്കും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല. അവളെ വിട്ടു തന്നാ എന്റെ കുണ്ടി അവളുടെ മോന്തക്കിട്ട് വരക്കും. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ. പഠിക്കാൻ ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അവളെ വിട്ടു തന്നാ എന്റെ കുണ്ടി അവളുടെ മോന്തക്കിട്ട് വരക്കും. ചായ കുടിച്ചോ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.